നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റ് മുഴുവനും പരിചയപ്പെട്ടു. ഇന്ന് അടുത്ത യൂണിറ്റിലെ ആദ്യത്തെ പാഠം നോക്കാം. പാഠത്തിൻ്റെ പേര് ബാദൽ. ബാദൽ അർത്ഥം എന്താണെന്നറിയാമോ? അതെ, മേഘം. ബാദൽ, മേഘം. ബാദലിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. അത് എഴുതിയതാരാണെന്ന് അറിയണ്ടേ? ഡോക്ടർ ശ്രീപ്രസാദ്. നമുക്ക് കവിത നോക്കിയാലോ? കാലേ കാലേ പാനി വാലെ ആസ്മാൻ മേ ബാദൽ ആയെ ബോലോ കൈസെ ആക്കർ ഛായെ. കാലേ കാലേ പാനി വാലെ, കാലേ രംഗക്കെ കറുത്ത നിറമുള്ള, പാനി വാലെ വെള്ളമുള്ള, ആസ്മാൻ മേ ബാദൽ ആയെ ആകാശത്ത് മേഘം വന്നു അല്ലെങ്കിൽ മേഘം വ്യാപിച്ചു. കറുത്ത നിറമുള്ള വെള്ളമുള്ള മേഘം ആകാശത്ത് വ്യാപിച്ചു. ബോലോ കൈസെ ആക്കർ ഛായെ, പറയൂ എങ്ങനെയാണ് വന്ന് പരന്നത്? ഇവിടെ എന്താണ് ആകാശത്ത് വന്ന് നിറഞ്ഞത്? കറുത്ത മഴമേഘങ്ങൾ. അടുത്ത 3 വരി നോക്കാം. ഹവാ പകഡ്കർ ലാത്തി സർസർ ഛായേ ജൈസെ കാലേ കമ്പൽ കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ. ഹവാ പകഡ്കർ ലാത്തി സർസർ. ഹവാ പകഡ്കർ ലാത്തി, കാറ്റ് പിടിച്ചുകൊണ്ടുവരുന്നു. മേഘത്തെ കാറ്റാണ് കൊണ്ടുവരുന്നത്. ഇവിടെ സർ സർ എന്ന ശബ്ദം കാറ്റിന്റെ ശബ്ദമാണ്. ഛായേ ജൈസെ കാലേ കമ്പൽ. കാലേ കമ്പൽ, കറുത്ത കമ്പിളിയെ പോലെയാണ് മേഘങ്ങൾ പരന്നത്. കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ. മേഘം എത്ര ഭംഗിയുള്ളതാണ്, എത്ര ഭംഗിയുള്ളതായി തോന്നുന്നു. പേടോം ജൈസെ ഭേടോം ജൈസെ ലഗ്തേ ജൈസെ ചൽത്തെ ഘോടെ ബൻ ജാത്തെ ഹാത്തി ഖേ ജോടെ. പേടോം ജൈസെ ഭേടോം ജൈസെ. ജൈസെ എന്ന് വെച്ചാൽ കെ സമാൻ, പോലെ. പേടോം ജൈസെ, പേടോം കെ സമാൻ, മരങ്ങളെ പോലെ. ഭേടോം ജൈസെ, ചെമ്മരിയാടുകളെ പോലെ. ലഗ്തേ ജൈസെ ചൽത്തെ ഘോടെ. ചൽത്തെ ഘോടെ ജൈസെ, സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന കുതിരകളെ പോലെ. ബൻ ജാത്തെ ഹാത്തി കെ ജോടെ. ഹാത്തി കെ ജോടെ, ഹാത്തി ആന. ഒരു ജോഡി ആനകൾ, അതായത് 2 ആനകൾ നടക്കുന്നത് പോലെ. ഇവിടെ മേഘങ്ങൾ വരുന്ന ആകൃതികളെയാണ് പറയുന്നത്. മരത്തെ പോലെയും ചെമ്മരിയാടുകളെ പോലെയും കുതിരകളെ പോലെയും ആനകളെ പോലെയും ഒക്കെയാണ് മേഘങ്ങൾ വരുന്നത്. നമ്മൾ പലപ്പോഴും ആകാശത്ത് കാർമേഘങ്ങളെ നോക്കുമ്പോൾ പല രൂപങ്ങൾ നമുക്ക് തോന്നാറില്ലേ? അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യവുമുണ്ട്. ബാദൽ ക്യോം സുന്ദർ ലഗ്തേ ഹെ. എന്തുകൊണ്ടാണ് മേഘങ്ങൾ ഭംഗിയായി കാണുന്നത്, അല്ലെങ്കിൽ മേഘങ്ങൾക്ക് ഭംഗിയുണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ബാദൽ കാലേ രംഗമേ കയി രൂപമേ ആത്തേ ഹെ. മേഘം കറുത്ത നിറത്തിൽ പല രൂപങ്ങളിൽ വരുന്നു. ഇസ്ലിയെ വേ സുന്ദർ ലഗ്തേ ഹെ. അതുകൊണ്ട് അവ ഭംഗിയുള്ളതായി തോന്നുന്നു. ഇനി അടുത്ത 3 വരി നോക്കിയാലോ. നന്നെ ജൽകൺ ഗയേ ഭാപ്പ് ബൻ ഉസി ഭാപ്പിനെ ഠണ്ടക് പായി ബാദൽ ബർസെ ബർസാ ആയി. ഇവിടെ മഴ ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. നന്നെ ജൽകൺ ഗയേ ഭാപ്പ് ബൻ. നന്നെ ജൽകൺ ഭാപ്പ് ബൻ ഗയേ, കുഞ്ഞ് ജലകണങ്ങൾ. ഭാപ്പ് ബാഷ്പം, നീരാവി, നീരാവിയായി. ഉസി ഭാപ്പിനെ ഠണ്ടക് പായി. ആ ബാഷ്പം അല്ലെങ്കിൽ ആ നീരാവി തണുത്തു. ഠണ്ടക് തണുപ്പ്, ആ നീരാവി തണുത്തു. ബാദൽ ബർസെ ബർസ ആയി. മേഘം പെയ്തു. ബർസ ആയി, ബർസ വർഷ, വർഷ ആയി, മഴ വന്നു. കർത്തേ ഗഡ് ഗഡ് ആത്തേ ബഡ് ബഡ് ബിജലി ബാദൽ കോ ചമക്കായെ അന്ധിയാരേ മേ രാഹ് ദിഖായെ. കർത്തേ ഗഡ് ഗഡ് ആത്തേ ബഡ് ബഡ്. ഗഡ് ഗഡ് കർത്തേ, ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, അതായത് ഇടി മുഴങ്ങിക്കൊണ്ട്. ആത്തേ ബഡ് ബഡ്, ബഡ് ആത്തേ ഹെ, മുന്നേറി വരുന്നു അല്ലെങ്കിൽ കയറി കയറി വരുന്നു. മേഘം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി കയറി വരുന്നു. ബിജലി ബാദൽ കോ ചമക്കായെ. ബിജലി മിന്നൽ. ബിജലിക്ക് വേറൊരർത്ഥമുണ്ട്, കറണ്ട്. ഇവിടെ മിന്നൽ. ബിജലി ബാദൽ കോ ചമക്കായെ, മിന്നൽ മേഘത്തെ പ്രകാശിപ്പിച്ചു. അന്ധിയാരേ മേ രാഹ് ദിഖായെ. അന്ധിയാര, ഇരുട്ട്.
ഇരുട്ടിൽ വഴി കാണിച്ചു കൊടുത്തു. രാഹ് വഴി. മോർ മകൻ മൻ ഝൂം ഛനൻ ഛൻ ഝൂം ഝൂം കർ നാച്ച് ദിഖായേ ഖുഷ് ഹോ കർ ഗാന ഗായേ. മോർ മകൻ മൻ ഝൂം ഛനൻ ഛൻ. മോർ മയിൽ. മോർ മഗ്ന ഹോക്കർ മുഴുകി. മയില് അതിൽ മുഴുകി, അതായത് മേഘഗർജനത്തിൽ മുഴുകി. ഝൂം ഛനൻ ഛൻ നൃത്തം ചെയ്തു. ഛനന ഛൻ എന്നുള്ളത് നൃത്തം ചെയ്യുമ്പോൾ ചിലങ്കകളുടെ ശബ്ദമാണ്. ഝൂം ഝൂം കർ നാച്ച് ദിഖായെ കറങ്ങി കറങ്ങി നൃത്തം ചെയ്തു. ഖുഷ് ഹോ കർ ഗാന ഗായെ സന്തോഷത്തോടെ പാട്ടുപാടി. ബർസേ ബാദൽ കൽകൽ ഛൽ ഛൽ തൈർ ചലി കാഗസ് കി നയ്യ പൂഞ്ച് ഉഠാക്കർ ഭാഗി ഗയ്യ. ബർസേ ബാദൽ കൽകൽ ഛൽ ഛൽ. ബാദൽ ബർസേ മഴ പെയ്തു. കൽകൽ ഛൽ ഛൽ വെള്ളത്തിന്റെ ശബ്ദമാണ് ഇവിടെ പറയുന്നത്. തൈർ ചലി കാഗസ് കി നയ്യ. കാഗസ് കി നയ്യ തൈർ ചലി കടലാസിന്റെ തോണി. നെയ്യ നാവ്, തോണി, കടലാസ് തോണി. തൈർ ചലി നീന്തി. മഴയുണ്ടാവുമ്പോൾ കുട്ടികൾ കടലാസ് തോണി ഉണ്ടാക്കി ഒഴുക്കി വിടാറുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൂഞ്ച് ഉഠാക്കർ ഭാഗി ഗയ്യ. ഗയ്യ പൂഞ്ച് ഉഠാക്കർ ഭാഗി. പശു വാലുയർത്തിക്കൊണ്ട് ഓടി. മഴ വരുന്നത് കണ്ടപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനായി പശു വാലുയർത്തിക്കൊണ്ട് ഓടി. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ബാദൽ ബർസനെ പർ കോൻ കോൻ ഖുഷ് ഹോത്തെ ഹെ. മഴ പെയ്യുമ്പോൾ ആരൊക്കെയാണ് സന്തോഷിക്കുന്നത്? മഴ പെയ്യുമ്പോൾ സാധാരണയായി ആരൊക്കെയാണ് സന്തോഷിക്കുക? അതെ, എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കും. സാരേ ജീവജന്തു. ഈ പാഠത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.